നാരായണ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം 20-ാമത്തെ അധ്യായം ഋതുവർണ്ണനയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തത്വവിചാരം ആണ് ചെയ്യണത്. സ്വാനുഭവത്തോട് കൂടിയിട്ട് അതിൻ്റെ താത്വികം അതിലുള്ളത് മനസ്സിലാക്കിയത് പറയണം. നമ്മൾ ഏഷണാത്രയം എന്നൊരു വിഷയമുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മുടെ യശസ്സിന് കളങ്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് ലോകേഷണ എന്ന് പറയും. നമ്മൾ തെറ്റ് ചെയ്താലും മറ്റൊരാൾ അറിയാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. അതിന് പലതും നമ്മൾ ഗോപ്യം ആയിട്ട് ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാറുണ്ട്, എത്ര കേമനായാലും എത്ര നിസ്സാരനായാലും. ചില തെറ്റുകൾ ചിലത് അറിയാതെ കണ്ടേ ചെയ്യാവൂ. അങ്ങനെയാണ് നിയമം തന്നെ. അങ്ങനെയാണ് പ്രകൃതി നിലനിൽക്കാൻ പോലും അങ്ങനെയാണ്. സന്താനം ഉണ്ടാകുന്നു, ഇത് ഗോപ്യമായിട്ടേ ചെയ്യാവൂ. അത് തെറ്റല്ല എന്ന് ഭഗവാൻ വ്യാഖ്യാനിക്കൊണ്ട് നമ്മൾ അതിനെ രീതിയിൽ കണക്കാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഋഷ്യശൃംഗന് ആ ഭാവത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അച്ഛൻ വിഷമിച്ചത് അങ്ങനെയാണ്. എൻ്റെ മകന് ബ്രഹ്മോപാസന സാധ്യമായില്ലല്ലോ എന്നാണ്. അപ്പം മറ്റത് ന്യായീകരിക്കലാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകേഷണ, വിത്തേഷണ നമുക്ക് എല്ലാവർക്കും അറിയാം, ധനം സമ്പാദിക്കുക. അത് ചീത്ത ധനം. വിത്തേഷണ, ലോകേഷണ, പിന്നെ പുത്രേഷണ. അപ്പം അതിൽ ബന്ധുക്കളെ എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. എല്ലാം ഭാര്യ, പുത്രൻ, അച്ഛനമ്മമാർ, മുത്തശ്ശൻ, താഴത്തേക്ക് പേരക്കുട്ടി, അങ്ങനല്ലേ. പിന്നെ സുഹൃത്തുക്കൾ, ഗുരുക്കന്മാർ, പലതും ബന്ധുക്കൾ ധാരാളമുണ്ട് നമുക്ക്. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, ഈ 3 ഏഷണകൾ. അപ്പോൾ ഏഷണാത്രയം ശാന്തമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനെ നമ്മളെ ഗൗനിക്കുന്നില്ല, നമ്മൾ അതിന് അടിപ്പെടുന്നില്ല, അടിമകളാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ നമ്മൾ ഗൗനിക്കാതിരുന്നാൽ ധനമില്ലെങ്കിലും ജീവിക്കാലോ. ദ്വിതീയ സ്കന്ധത്തിൽ തലേണ വേണ്ട, കൈ തലേണയ്ക്ക് വെച്ചാൽ മതി. പാത്രം വേണ്ട, കൈക്കുമ്പിളിൽ ജലം സ്വീകരിച്ചാൽ മതി. വീട് കെട്ടണ്ട, വല്ല ഗുഹയുണ്ടാവും. പട്ട് വേണ്ട, മറക്കാൻ വല്ല ഇലയോ പൂവോ മറ്റേ ഗുഹ്യഭാഗത്ത് വെച്ചാൽ മതി. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണ് മയിൽപ്പീലി കണ്ണാവരുത്, കാല് മരക്കാലാവരുത്, തല ഭാരമായിട്ട് വരരുത്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതിനെ നമുക്ക് ഈശ്വരോന്മുഖമാക്കി തീർക്കണം എന്നുള്ളൊരു ബോധത്തെ അവിടെ ഉണ്ടാക്കി തരണം. ഇത് മുഴുവൻ മഴയെപ്പറ്റി, അല്ലെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. മഴയുണ്ട് എങ്കിൽ ധാരാളമായിട്ട് പർവ്വതം നീർച്ചാലുകൾ സമൃദ്ധമായിട്ട് അനവധി നീർച്ചാലുകൾ കാണും. ജ്ഞാനികൾ ഈ അർഹരായുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യ പലത് ഉപദേശിക്കുന്നത് പോലെ, അതായത് ഇപ്പോൾ മരങ്ങൾ ധാരാളം നിൽക്കണ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കൂടിയാണ് വരണമെങ്കിൽ അതിൽ ഏത് മരമാണോ നിൽക്കുന്നത് അതിൽ നിന്നും താഴത്തേക്ക് വീഴുന്നതായിട്ടുള്ള ഓരോന്നും, കായായാലും ഇലയായാലും പഴമായാലും അതിൻ്റെ ഒരു സ്വാദ് കുറച്ച് അതിലുണ്ടാവും. വെറും പുല്ല് മാത്രം നിൽക്കുന്ന താഴ്വരയാണെങ്കിൽ അവിടെ അതിൻ്റേതേ ഉണ്ടാവുള്ളൂ. വെറും മണ്ണ് മാത്രമേ ഉള്ളൂ എങ്കിൽ കലങ്ങി മറിഞ്ഞ് അങ്ങനെ വരിക. അപ്പം ശുദ്ധജലവും ഔഷധ ഗുണമുള്ളതാവും മലിനജലമാവും. 3 വെള്ളവും 3 തരത്തിലാണ്. മഴ ഒരേ പർവ്വതത്തിലാണ് വീഴുന്നത്. ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഉണ്ടാകുന്ന ഈ വ്യത്യാസം അത് ഇതിനെ ബാധിക്കും. അത് നദിയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്നായി. സമുദ്രത്തിലെത്തിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രഭാവം പോലും കാണില്ല. ഇതേപോലെ ജ്ഞാനികൾക്ക് അനവധി വിദ്യാർത്ഥികൾ വരും. അവരിൽ നിന്നും അനവധി വിദ്യകളുണ്ട് അവർക്ക്. അത് ഓരോരുത്തർക്കും ആവശ്യപ്പെട്ടത് അവർ കൊടുക്കും. അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല, ഗുരുക്കന്മാരെ ഇതൊന്നും ബാധിക്കുന്നില്ല. വിദ്യാർത്ഥികൾ വേണ്ടതിനെ സ്വീകരിക്കും. അവർ ആ കാര്യത്തിൽ പ്രഗത്ഭന്മാരായിട്ട് വരും. ഇനി ആ വിദ്യകളെ കൂടുതൽ എന്ന നിലയ്ക്ക് ഈ ഗുരുവിൻ്റെ മുഴുവൻ വിദ്യയും സ്വീകരിച്ചു, അതുപോലെ അടുത്ത ഗുരുവിൻ്റെ വിദ്യ സ്വീകരിച്ചു, അതിൻ്റെ അടുത്ത ഗുരുവിൻ്റെ വിദ്യ സ്വീകരിച്ചു. ഇങ്ങനെ ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് വരെ എത്താൻ സാധിക്കും.
ഒരു വിദ്യാർത്ഥിക്ക് 10 തവണ ആവർത്തിച്ച് കേട്ട് 10 തവണ ഉരുവിട്ടാൽ മാത്രമേ പഠിക്കാൻ സാധിക്കൂ എങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക് ഒറ്റ തവണ കേൾക്കുക, ഒരു തവണ അത് പറയുക എന്നാൽ പഠിക്കാൻ പറ്റും. ചിലവർക്ക് ആ കേൾക്കണോത് കൂടിയിട്ട് തന്നെ വിദ്യ ഉണ്ടാവും. അപ്പോൾ ഒരു ആയുസ്സിൽ ഈ കേൾക്കണ ഒറ്റ തവണ കൊണ്ട് വിദ്യ നേടിയെങ്കിൽ ആത്മവിദ്യ നേടാൻ ആ ജന്മം മാത്രം മതിയാവും. ഇപ്പം നീർച്ചാൽ വലിയ പുഴയായിട്ടും തോടായിട്ടും ചെറുതോടുകളായിട്ടും നമ്മൾ പലതും കാണാറുണ്ടേ. വെള്ളത്തിൻ്റെ അവസ്ഥാവ്യത്യാസങ്ങൾ പലതും കാണാറുണ്ട്. അപ്പം ഇങ്ങനെ അടിയുന്ന ഉറവ് ആയിട്ട് വരുന്നതും ഉറവില്ലാത്ത സ്ഥലത്തു നിന്ന്, അപ്പം മഴക്കാലത്ത് മാത്രം വരുന്നതും തോടുകൾ നമ്മൾ ഉത്ഭവങ്ങൾ പലതും കാണാറുണ്ടല്ലോ. അതുപോലെ മഞ്ഞുരുക്കിയിട്ടാച്ചാൽ അത് വേറെ. അപ്പോൾ ഈ ഗുരുത്വം മുഴുവൻ പല തരത്തിലാണ് നമുക്ക് അനുഭവം കിട്ടുക. ഗുരുവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല, വിദ്യാർത്ഥിയെ ശിഷ്യനെ ഇതൊക്കെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ശിഷ്യൻ ഇതിൻ്റെ ഉപരിയായിട്ട് ഈ ഗുരുസ്ഥാനത്തേക്ക് എത്തണം. അതുവരെ പഠിച്ചുകൊണ്ടിരിക്കണം എന്നാ. വിദ്യ മരണം വരെ. വിദ്യാഗോപാല മന്ത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാം ആശു പ്രയച്ഛമേ എന്നാണ് മന്ത്രം. ലക്ഷ്മിപതിയായിട്ടുള്ള ഭഗവാനാണ് വിദ്യ തരേണ്ടത്. ലക്ഷ്മി എന്നുള്ളത് വസ്തുക്കളാണ്, പ്രപഞ്ചമാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായിട്ടുള്ള ഭഗവാനാണ് നമുക്ക് വിദ്യ തരേണ്ടത്. അത് വിദ്യാർത്ഥികൾക്കുള്ളതല്ല, ചെറു കുട്ടികൾക്കുള്ളതല്ല. 90 വയസ്സായാലും വിദ്യാർത്ഥി തന്നെയാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൃഷ്ണ എനിക്ക് വിദ്യ തരൂ എന്നല്ല ഈ പറയണതിൻ്റെ അർത്ഥം. ഞാൻ ഈ 10 റുപ്യ കൊടുക്കുന്നത് എനിക്ക് എൻ്റെ സ്കൂളിൽ ഏറ്റവും വലിയ മാർക്കുള്ള ആളായി, ഏറ്റവും ഉയർന്ന മാർക്കുള്ള ആളായിട്ട് എന്നെ മാറ്റണേ, ഇതാ എൻ്റെ പ്രാർത്ഥന, അതാ മന്ത്രം. അപ്പോൾ 90 വയസ്സായാലും ഞാൻ ഇപ്പോൾ സ്കൂളിലൊന്നും പോകണില്ല, അതുകൊണ്ട് എനിക്ക് വിദ്യ വേണ്ട, 10 റുപ്യ കൊടുക്കാൻ പറ്റില്ല. ഇതാണല്ലോ ഇന്നത്തെ വിദ്യാഭ്യാസം. നമുക്കിത് കണ്ട് നല്ലോണം മനസ്സിലാവേ. ഞാനത് പറയും ചെയ്യും, പറഞ്ഞിട്ടേ പറയാറുള്ളൂ, ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ സ്വീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടതല്ല സ്വീകരിക്കണത് എന്നുള്ള ശരിക്ക് ശരം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഈ വാക്ശരെ. അപ്പോൾ പലരും അവിടേക്ക് വരുന്നില്ല. കഴിഞ്ഞ തവണ തിരുമേനി ഇവിടെ 300 ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരുമേനി ആയപ്പോൾ 50 ആളെ കാണാറുള്ളൂ. ആ 300 ആളെ എന്ത് പഠിച്ചു, ഈ 50 ആൾ എന്ത് പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ ആ പറയുമ്പോൾ മാത്രമല്ല പറയാം. ഇന്ന് വൈകുന്നേരമാണ് ചെയ്യണമെച്ചാൽ ഇന്നും ഒരു പക്ഷേ ഇന്നലെയും പറയുന്നുണ്ടാവും, ഇതാണ് കേട്ടോ വിദ്യ എന്ന്. വലിയ ആൾക്കാർ വരണ്ട, ആവശ്യമുള്ളവർ വന്നാൽ മതി. നമുക്കെന്തായാലും ഇത് ഇത്രേ തരുള്ളൂ, നമുക്ക് എല്ലാം ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരുപോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് അതും വിഷയമല്ല. യശസ് നഷ്ടമാകുമോ അതും എനിക്ക് പേടിയില്ല. ഞാൻ യശസ് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഭഗവാനാണ് ഇത് നിയന്ത്രിക്കുന്നതെന്ന് അറിയാവുന്ന ഗുരുക്കന്മാർക്ക് ഈ പരിഭവം ഇല്ല. ശിഷ്യന് ആവശ്യമുള്ളത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അവർ അവരുടേതായ ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജലാശയത്തിന് ആഴമില്ല എങ്കിൽ സൂര്യൻ്റെ ചൂട് ജലജീവികൾക്ക് സഹിക്കാൻ പറ്റില്ല. വിഷയങ്ങൾക്ക് അടിമപ്പെട്ടതായിട്ടുള്ള ദരിദ്രൻ ഈ ധനം തികയാതെ കണ്ട് ദുഃഖിക്കുന്നത് പോലെ വിഷയമോഹം കണ്ടമാനുണ്ട്. ധനമില്ല, 10 പവൻ്റെ സ്വർണം ആഭരണമായിട്ട് വേണമെന്നും ആഗ്രഹമുണ്ട്. 1 ഗ്രാം വാങ്ങാനുള്ള കാശ് കയ്യിലില്ല. പിന്നെ കക്കാനും കവർന്നിട്ട് വല്ല കാര്യമുണ്ടോ? ദരിദ്രനാണ് ആളെ, കട്ടിട്ടും കവർന്നിട്ടും കാര്യമില്ല. ദാരിദ്ര്യം ശീലമാണ്, അത് സ്വഭാവമാണ്. ഈ അഥവാ 10 പവന് 100 പവന് കിട്ടിയെന്ന് കൂട്ടെ, ഈ 100 പവന് അടിച്ചാർത്ത് പോയി, ഒന്നുകിൽ പോലീസുകാർ പിടിച്ചിട്ട് കൊണ്ടുപോയി, അതല്ലാച്ചാൽ നഷ്ടമാവും. വല്ലവരും മറ്റ് കള്ളന്മാർ കട്ടുകൊണ്ടുപോകും. ദാരിദ്ര്യം എന്നുള്ളത് അങ്ങനെയാണ്. പുഴയ്ക്ക് നല്ല ആഴം വേണം. പുഴയ്ക്ക് ആഴം ഉണ്ടെച്ചാൽ ഈ ജലജീവികൾക്ക് അവിടെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും. ഈ ആഴമില്ലാത്ത പുഴയിൽ ജീവിക്കേണ്ടി വരുന്നത് കർമ്മഫലമായിട്ടാണ്. സൂര്യൻ്റെ ചൂട് അവിടെ ഉണ്ടാവും, മണലാണ്, പിന്നെ ചാവ് തന്നെ നിവൃത്തിയുള്ള ഒരു രക്ഷയില്ല.
അതേപോലെ ചളി വറ്റി വൃക്ഷം ഇല കൊഴിഞ്ഞു, അതേപോലെ വിവേകികൾ അഹംമമ വിടും. മരങ്ങൾ ഇല പൊഴിയണ ഒരു കാലമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇല എന്തിനാ? നമ്മൾ മരത്തിനെ ആകർഷിക്കുന്നത് എന്താ? ഇലയല്ലേ. ഉണങ്ങിയ മരം കണ്ടു കഴിഞ്ഞാൽ അതിനെ വെട്ടുക, വിറകാക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഇല പൊഴിക്കണ മരങ്ങളെ നമ്മൾ അങ്ങനെ വെട്ടാറുണ്ടോ? തേക്ക് നല്ല തേക്കാ, അത് ഇല പൊഴിക്കും. അയ്യോ ഈ മരം നശിച്ചു കേട്ടോ, ഇത് വെട്ടട്ടെ എന്ന് നമ്മൾ പറയാറില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇല തേക്കിൽ നിറച്ച് ഇല വരും. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ നഷ്ടപ്പെട്ടതായിട്ടുള്ള സംഭവം, ഇല കൊഴിച്ചതായിട്ടുള്ള ആ സമയത്ത് നല്ല ജ്ഞാനം കിട്ടിയതാൾക്ക് ആളുകൾക്ക് അഹംമമ ഉണ്ടാവില്ല എന്നാണ്. ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നൊരു വാക്കാണത്, ഒരു ഉദാഹരണമാണ്. വിവേകികള് അഹംമമ വിടും. എപ്രകാരത്തില്? ഭൂമിയിൽ ഈ വെള്ളം ഉള്ളതായിട്ടൊരവസ്ഥ കുറച്ചിങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇല ക്രമേണയായിട്ട് കൊഴിച്ച് ആ മരം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് വളരെയധികം മനസ്സിരുത്തിക്കൊണ്ടാണ് പിന്നീടുള്ള കാലം ജീവിക്കുക. മഴ പെയ്തു കഴിഞ്ഞാലോ വീണ്ടും ധാരാളം ഇലകൾ ഉണ്ടാവുകയും ചെയ്യും, തളിർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പൂക്കും, പിന്നെ കായ്ക്കും, അത് കഴിഞ്ഞാൽ പഴാവും. വിവേകികൾ ജ്ഞാനം ഉണ്ടായ പോരാ, ജ്ഞാനം കൊണ്ട് വിവേകം ഉണ്ടാവണം. അപ്പോൾ ഈ അഹംമമ ഉണ്ടാവില്ല, ജ്ഞാനാക്കേമൻ അത് ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കൂ എന്ന്. അതെനിക്ക് കാശ് കിട്ടാനാ. ഒരുപാട് കാര്യങ്ങൾ അതിൽ കിട്ടും കേട്ടോ. കാശ് എപ്പോഴും പറയുകയാണ്, നിങ്ങൾ എൻ്റെ പുസ്തകം കാശ് കൊടുത്ത് വാങ്ങണം, വായിക്കണം. ഏതായാലും 4-5 പുസ്തകം ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലത് വാങ്ങാൻ വായിക്കാം. എനിക്ക് ഉപകാരമായി. ഇനി അടുത്ത പുസ്തകത്തിനുള്ള കാശ് നിങ്ങൾ തന്നാൽ മതി. അതേപോലെ ശരത്തിലെ സമുദ്രവും ശാന്തമാവും, ദ്വന്ദ്വം കടന്ന മുനിമാർ സ്വാധ്യായവും വിടും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കാക്കശ്ശേരി പട്ടതിരിപ്പാട് അദ്ദേഹം പൂക്കുക, അന്തി പിടിക്കുക, സന്ധ്യാവന്തനൊന്നും പതിവില്ല. അപ്പം എന്താ അങ്ങ് ഇതൊന്നും ചെയ്യാത്ത എന്ന് ചോദിക്കാറുണ്ട്. സന്ധ്യ ആയിട്ടില്ല, അതുകൊണ്ടാ. സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന്. ജ്ഞാനസൂര്യൻ എപ്പോഴും പ്രകാശിച്ചിരിക്കുക. എപ്പോഴും അദ്ദേഹം ഈ തേവാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല. അവർക്ക് വേറെ ഒന്നുമില്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരിങ്ങനെ വിറക് വെട്ടുണ്ടാവും, ഊണ് കഴിക്കുന്നുണ്ടാവും, കുളിക്കുന്നുണ്ടാവും, പലതും അവർ ചെയ്യുന്നുണ്ടാവും, സംവദിക്കുന്നുണ്ടാവും. അപ്പോഴും ഈ ജ്ഞാനത്തെ മനനം ചെയ്തുകൊണ്ടിരിക്കുക. മനനം ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അതിൽ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഋഷിത്വം നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല, നമുക്ക് മനനം ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല. എന്നിട്ട് വേണ്ടേ ഋഷിത്വം? അപ്പൊ ഇവിടെ പറയണത്, എപ്രകാരത്തിലാണോ വിദ്യ പൂർണ്ണമാകുന്നത്, നിറകുടം ആകുന്നത്, പിന്നെ തുളുമ്പില്ല. അതല്ലെങ്കിൽ തുളുമ്പും. എന്താ കാരണം? വെള്ളത്തിൻ്റെ ആഞ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ മുകൾ ഭാഗത്തെ അതിങ്ങനെ ആഞ്ചല എന്നതിന് പറയാം. അത് ഈ കുടത്തിനെ പോലും ചിലപ്പോൾ വിഷമിപ്പിക്കും. കുടം മറിയാൻ വരെ സാധ്യതയുണ്ട്. പക്ഷെ നിറകുടാണെങ്കിൽ അത് അത്ര എളുപ്പമല്ല, അത് സംഭവിക്കൂല. ശരത്തിലെ സമുദ്രം എങ്ങനെയാണോ ശാന്തമായിട്ടിരിക്കുന്നത്, അതേപോലെ ഈ ജ്ഞാനവൃദ്ധന്മാർക്ക് ഊരബദ്ധവും സംഭവിക്കില്ല. അവർ കളങ്കിതരാവില്ല. അവരെ പ്രവൃത്തി നിങ്ങൾ നോക്കുകയേ വേണ്ട, അവർക്ക് കളങ്കം ബാധിക്കില്ല. യഥാർത്ഥ ജ്ഞാനിയാണെങ്കിൽ കാപട്യം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. കപട വിദ്വാൻമാർ ധാരാളമുണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല. അത് നോക്കണ്ട. അത് നമുക്ക് സൂക്ഷിച്ചാൽ മനസ്സിലാവും. ചിലതൊക്കെ നല്ലോണം മനസ്സിലാവും. ചിലവർക്ക് കാശാവും വേണ്ടി വരിക, ചിലവർക്ക് യശസ്സാവും വേണ്ടി വരിക, ചിലർക്ക് പദാർത്ഥങ്ങളാവും വേണ്ടി വരിക. പുതിയ കാറ്, പുതിയ ബംഗ്ലാവ്, അങ്ങനെയല്ലേ? അതിനുള്ള കാശ് സമ്പാദിക്കും അവർ. വേഷം കെട്ട് വേഷഭൂഷാദികൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ മനസ്സ് സ്വച്ഛമാവില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇത് ദ്വന്ദ്വം കടന്നവർക്ക് മാത്രം കിട്ടുന്നതായിട്ടുള്ളൊരു ഭാവമാണ്. കുടം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊന്നും ചേരില്ലല്ലോ, രണ്ടാമതൊന്നും ചേരില്ല. അപ്പോഴാണ് ഇത് കിട്ടുക. അതേപോലെ തന്നെ കൃഷിക്കാര് തോട്, നദി ഇതൊക്കെ ചിറ കെട്ടിയിട്ട് വെള്ളം സംഭരിക്കും. യോഗികൾ മനസ്സിനെ വിഷയത്തിൽ നിന്ന് ബലമായിട്ട് അടർത്തുന്നത് പോലെ
നമ്മൾ കൃഷിക്കുള്ള വെള്ളം നമ്മൾ തോട് കെട്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഉയർത്തി നിർത്താറുണ്ട്. അപ്പോൾ അതിനെ ഉദാഹരിക്കുന്നത് അത് വറ്റി വരളില്ല, വിദ്യ ഒരിക്കലും നശിക്കില്ല. അങ്ങനെ ഒരു ഭാവത്തിൽ മഹർഷിമാർ ഇതിനെ എപ്പോഴും നനച്ചുകൊണ്ടേയിരിക്കുന്ന അർത്ഥം. അതിൻ്റെ ഋഷിത്വം അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, മനനം ചെയ്തുകൊണ്ടിരിക്കും, അതിനെ പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ എന്താണോ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് നഷ്ടപ്പെടാതെ ഇരിക്കാൻ. ഇപ്പോൾ മനസ്സെല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലെ സുഖമായിട്ട് ഇരുന്നോളുന്നില്ല, സ്വസ്ഥമായിട്ട് ഇരുന്നോളുന്നില്ല. ചിലപ്പോൾ ശരീരത്തിന് കുറച്ച് വയ്യായിക, സംഘദോഷം, അതേപോലെ മനസ്സിന് അത്ര സുഖം ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുക? ഈ മനനം ഒരിക്കലും ഉപേക്ഷിക്കില്ല, ജപം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇപ്പം നമ്മളൊക്കെ സ്വതേ അവസ്ഥയിലാണ്. ഭാഗവതന്മാരൊക്കെ നമ്മുടെ മനസ്സോ ശരീരമോ അത്ര സ്വസ്ഥമല്ല. അപ്പോൾ നമ്മൾ ഈ ഉപാസന ഒരിക്കലും വിടരുത്. ഭാഗവത പാരായണങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. ഒരധ്യായമോ അല്ലെങ്കിൽ 2 അധ്യായമോ എത്രയാ പറ്റാച്ചാൽ അത്ര, അരമണിക്കൂർ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 2-3 അധ്യായമൊക്കെ സുഖമായിട്ട് പോകും. അതല്ലെങ്കിൽ 4-5 അധ്യായങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പ്രകരണമൊക്കെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു പ്രകരണമൊക്കെ വായിക്കാൻ പറ്റും. 8 അധ്യായം 9 അധ്യായമൊക്കെ വായിക്കാൻ പറ്റും. ചിലത് 3 അധ്യായം ഉണ്ടാവുള്ളൂ, ചിലത് 4 അധ്യായം ഉണ്ടാവും. അത് ഒന്ന് നോക്കിയിരുന്ന് വായിക്കുക വെച്ചാൽ അതൊക്കെ വലിയ ഉപാസനയാണ്, വലിയ ഫലവും കിട്ടും. അപ്പോൾ അറിയുന്ന ഭാഷയിൽ വായിക്കണം എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. സംസ്കൃതം വായിച്ചാൽ ഫലമില്ല എന്ന് പറയില്ല, എങ്കിലും അറിയാവുന്ന ഭാഷയിൽ, ഇംഗ്ലീഷായാലും വേണ്ടില്ല, ഹിന്ദി ആയാലും വേണ്ടില്ല, മലയാളമായാലും വേണ്ടില്ല, കന്നഡയോ ഏതായിക്കോട്ടെ ഭാഷയിൽ. പിന്നെ മൂലം വേറെ വായിക്കാം, അതിന് വിരോധമില്ല. എങ്കിലും അതേപോലെ ശരത്തിൽ പകല് ചൂട് സൂര്യൻ തരും, രാത്രിയിൽ ചന്ദ്രൻ തണുപ്പ് തരും, ജ്ഞാനിക്ക് 3 ആദികളും ബാധിക്കാത്തതുപോലെ. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാലമൊന്നും വേണ്ട, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പലതും ശരീരത്തിനെ ബാധിക്കുന്ന പലതും നമ്മൾ അനുഭവിക്കാറുണ്ട്. ഒരു സ്വസ്ഥതയും ഇല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണോ ഇതിനെ മറികടക്കേണ്ടത് അതിനെയാണ് നേരത്തെ പറഞ്ഞത് ഉപാസന. എങ്ങനെയാ ഉപാസന? ആവർത്തനം കൊണ്ട് നാരായണനാമം ജപിക്കുക, 14 കോടി ജപിക്കുക, അക്ഷരകോടി, അക്ഷര ശതകോടി, അക്ഷര ദശകോടി, ഇങ്ങനെയല്ലേ, അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാ? അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവും, ശരീരം ശാന്തമാവും, മനസ്സ് തയ്യാറാവും. അപ്പോൾ നമുക്ക് ജ്ഞാനം വിചിന്തനം ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട്, എന്തിന് ഉപാസന? മനസ്സിനെ ശാന്തമാക്കാൻ പറ്റാത്തവർക്ക് ഇത് ചെയ്തേ പറ്റൂ. മനസ്സ് ശാന്തമായി ഈ ജ്ഞാനം കുറേശ്ശെ നേടി അതിനെ മനനം ചെയ്യാൻ സാധിക്കുന്നു, അതിനെ വിചിന്തനം ചെയ്യാൻ സാധിക്കുന്നു. ക്രമേണയായിട്ട് നമുക്ക് എന്ത് കിട്ടും? അതിലത്തെ മർമ്മം എന്തോ കിട്ടും. അതാണ് ഋഷിത്വം. രാജർഷി, ബ്രഹ്മഋഷി, ദേവർഷി എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. അവർ ഋഷിത്വം അതിൻ്റെ മാക്സിമത്തിൽ കണ്ടുപിടിക്കും. നമുക്കിപ്പോൾ ഒരു വാചകം വായിച്ചാൽ അതിൻ്റെ വാച്യാർത്ഥം പോലും ആദ്യത്തെ പടി പോലും കടക്കണില്ല. അത് കഴിഞ്ഞ് വായിച്ച് നമ്മളത് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അതിനെ മനനം ചെയ്യാൻ പറ്റുമോ? അത് മനനം ചെയ്യാൻ പറ്റുന്നില്ല. മനനം ചെയ്യാതെ കണ്ട് എങ്ങനെയാണ് പിന്നെ അതിന് ഈ ജ്ഞാനം കിട്ടുക? ജ്ഞാനം കിട്ടാതെ കണ്ട് എങ്ങനെയാണ് അതിൻ്റെ മർമ്മം അറിയുക? അപ്പം ഈ 4 സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് കടന്നാലെയാണ് ഈ ഭാവത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പം അതുവരെ ഈ ആൾക്കാരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ ഇപ്പം ഞാൻ എന്നെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ എന്താ ചിന്തിക്കേണ്ടത്? നമുക്ക് അത്രയ്ക്ക് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ടും നമ്മൾ ഈ ഉപാസന നിർത്താതെ കണ്ടു പോകണം. അതിന് നഷ്ടപ്പെടുന്നത് ആകെ ഈ വിത്തേഷണ, ലോകേഷണ, പുത്രേഷണയാണ്. അയേഷണാത്രയം വിട്ടാലേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നോടൊരു ഭക്തൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്രകാരത്തിലാണ്. ധനം ധാരാളമുണ്ട്, ബന്ധുക്കൾ ധാരാളമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചില നമ്മൾ ലൗകികരാണെങ്കിൽ സഹായം ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കടമയിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ധനം ധാരാളം ഉണ്ടായതുകൊണ്ട് കൂലിക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. നിങ്ങളതൊക്കെ കൂലിക്ക് വാങ്ങിക്കോളൻ. എൻ്റെ സമയം എനിക്ക് ഈശ്വരോപാസനയ്ക്കുള്ളതാണ്. യദു മഹാരാജാവ് അച്ഛനായിട്ടുള്ള യയാതിയോട് പറഞ്ഞ പോലെ
എനിക്ക് ഈശ്വരനെ ഉപാസിക്കാനുള്ളതാണ് ഈ ശരീരം. അത് അച്ഛനെ സുഖിക്കാൻ വേണ്ടിയിട്ട് ഈ യൗവനത്തെ ഞാൻ തരില്ല. യദു പറഞ്ഞതാ. അതുകൊണ്ടാണ് യാദവനായിട്ട് ഭഗവാൻ ജനിക്കാനുള്ള കാരണം, യദുവിൻ്റെ വംശത്തിൽ ഭഗവാൻ ജനിക്കാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ പറയാറാവണം. എന്തിന്? ഈ 3 ആധികളും നമ്മളെ ബാധിക്കാതിരിക്കാൻ, 3 ശോകങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാൻ. ഏഷണാത്രയം വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ചൂട് വേനൽക്കാലത്ത്, തണുപ്പ് ഈ ശിശിരകാലത്ത്, മഴക്കാലത്ത് മഴ, ഇങ്ങനെയുള്ള വിഷമങ്ങൾ പലതും ഉണ്ടല്ലോ. അതൊക്കെ നമ്മളെ ബാധിക്കാതിരിക്കും. സത്വരജ സമ ഗുണങ്ങൾ നമ്മളെ ബാധിക്കില്ല. പിന്നെ ശരത്കാലത്തിൽ ആകാശം സ്വച്ഛമാണ്, മേഘങ്ങൾ ഉണ്ടാവില്ല, നക്ഷത്രങ്ങളൊക്കെ സുഖമായിട്ട് കാണാം രാത്രിയിൽ. പകല് സൂര്യൻ നല്ല തെളിഞ്ഞു നിൽക്കും. അതേപോലെ ശുദ്ധ മനസ്സ്, നിഷ്കളങ്കമായിട്ടുള്ള മനസ്സ്, നിഷ്കാമമായിട്ടുള്ള മനസ്സ്, അവിടെ മാത്രമേ ഈശ്വരൻ പ്രസാദിക്കുള്ളൂ, ഈശ്വരനെ കാണാൻ സാധിക്കുള്ളൂ, ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ. നിഷ്കാമമാവണം, നിർഗുണമാവണം, നിഷ്കളങ്കമാവണം, നിസ്വനാവണം, നിഷ്കിഞ്ചനാവണം. പലതും ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊന്നും പാടില്ല, കളങ്കം പാടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അഹൈതുകി അവ്യവഹിത അജസ്രം, ഇങ്ങനെ ഒരു ഭാവത്തിലെത്തണം. പകുതി മാത്രമല്ല, ഈ ജ്ഞാനം നേടാനുള്ള ആഗ്രഹവും അതേപോലെയാണ്. ഭഗവാനെ കിട്ടാനുള്ള ആ ഒരു കാമം ഉണ്ടല്ലോ, കാമോ മോക്ഷായ. മോക്ഷം എന്നുള്ളത് മോഹത്തിൽ നിന്നുള്ള മോക്ഷമാണ്, മുക്തിയാണ്. അപ്പോൾ അത് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ ശരീരത്തിനെ ബാധിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്നത്, അതിനെ ഒഴിവാക്കാൻ സാധിക്കണം. അപ്പോഴേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ എന്താ കിട്ടുക? ശുദ്ധ മനസ്സായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഈ ശുദ്ധസത്വ ചിത്തസ്ഥനാണ്, ശുദ്ധസത്വ ചിത്തസ്ഥനാണ്, ഹൃദയസ്ഥനാണ് ഭഗവാൻ എന്നുള്ളത് സഹസ്രാമങ്ങളിലൊക്കെ കാണാം. അത് ദേവിയായാലും ശരി, ദേവനായാലും ശരി, മഹാദേവനായാലും ശരി. പക്ഷേ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ അവിടെ ഇരിക്കില്ല എന്നും കൂടി അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, അത് ശരിയാ, ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ കാണില്ല. കാണുവെച്ചാൽ എന്ത് വേണം? അന്തർമുഖനാവണം, ചിത്തശുദ്ധമാവണം. നക്ഷത്രങ്ങളുടെ ഇടയിൽ പൗർണമി ചന്ദ്രനെ കാണുന്ന പോലെ പൂർണ്ണമായിട്ട് ഭഗവാനെ കാണാൻ സാധിക്കണമെങ്കിൽ അത്രയും ജ്ഞാനം വേണം, ക്ഷമത വേണം, സ്വസ്ഥത വേണം. ഈ ഏഷണാത്രയം വിടണം, ആധി 3 വിടണം, ശോകം 3 വിടണം, ചീത്തകളൊന്നും പാടില്ല, ഷഡ്വൈരി, ഷഡ്വർമ്മി, ഷഡരി, പഞ്ചക്ലേശങ്ങൾ, സപ്തവ്യസനങ്ങൾ ഒന്നും പാടില്ല. എത്രത്തോളം നമ്മൾ മനസ്സിരുത്തണം. അതേപോലെ ഈ കൃഷ്ണചന്ദ്രനെ യാദവർക്ക് പോലും മനസ്സിലായില്ല എന്ന് ഉദ്ധവൻ നേരത്തെ പറഞ്ഞു. കൃഷ്ണന് മനസ്സിലായി, ഉദ്ധവന് മനസ്സിലായി, നമുക്ക് മനസ്സിലായില്ല. വിഷയം എത്രയേ ഉള്ളൂ. കൃഷ്ണൻ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രക്ഷിതാവാണ്, ഈശ്വരനാണ്. പക്ഷേ ആ ഈശ്വരഭാവത്തിൽ താതാത്മ്യം കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കിയത് ഉദ്ധവനായാലും കൃഷ്ണനായാലും. ഉദ്ധവൻ താതാത്മ്യം നേടിയ ആളായതുകൊണ്ട് എനിക്ക് തുല്യനാണ് എന്ന് പറഞ്ഞു. എല്ലാവരും കൃഷ്ണ തുല്യനല്ല. തുല്യത ഭഗവാൻ ഉദ്ധവന് മാത്രമേ കൊടുത്തുള്ളൂ. മറ്റത് വിഭൂതി യോഗത്തിൽ പലതും പറഞ്ഞു. ഞാൻ അർജുനനാണ്, ഞാൻ രാമനാണ്, ഞാൻ അനിരുദ്ധനാണ്, ഞാൻ പ്രദ്യുമ്നനാണെന്നൊക്കെ പറഞ്ഞു. സൂര്യനാണ്, ചന്ദ്രനാണെന്നൊക്കെ പറഞ്ഞു. നക്ഷത്രാണാം അഹം ശശി. അതുകൊണ്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും അതാവില്ല. കപില മഹർഷിക്കും നാരദ മഹർഷിക്കും ശിവനും മാത്രമേ ഭഗവാനെ കുറച്ച് ഭഗവത്വം മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഭഗവത്വം മനസ്സിലാക്കിയ ആളൊക്കെ തുല്യത ഉള്ളൂ. മന്ദമാരുതൻ, നമ്മൾ കാറ്റ് പലതരത്തിലുണ്ടല്ലോ. ചെറിയ കാറ്റുകളുണ്ട്, നല്ല ആശ്വാസമാണ്. കുറേശ്ശെ തണുപ്പുണ്ട് വെച്ചാൽ വലിയ സന്തോഷമായി. ശരത്തിലെ ശിശിരത്തിലെ കുറേശ്ശൊക്കെ അത് കിട്ടും. ശിശിരത്തിലെ ചില സമയത്ത് നമുക്ക് വല്ലാണ്ട് തണുപ്പാവും. അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടുതലുണ്ടാവണ്ട. അപ്പോൾ കാറ്റില്ലാതെ കണ്ട് തന്നെ ശിശിരത്തിൽ കുറച്ച് തണുപ്പുണ്ടാവുക. എങ്കിലും സമശീത ഉഷ്ണ ഭാവങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു
ഈ ഗോപികളുടെ മനസ്സ് എപ്രകാരത്തിലാണോ ഇത്രയും കൂടുതൽ പണികൾ ഉത്തരവാദിത്തങ്ങളുള്ള അവര് അതൊക്കെ വിട്ടിട്ട് ഭഗവാങ്കൽ എത്താൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരം അവിടെ എത്തുന്നുണ്ടല്ലോ. കൃഷ്ണഗൃഹീത മാനസന്മാരായിട്ട് വരുന്നത്. അതേപോലെ കൃഷ്ണൻ വിട്ടുപോയപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള വിരഹം എങ്ങനെയാണോ അവര് പാട്ടായിട്ട് പാടിയത്, യുഗളഗീതം, ആ വിരഹതാപം ഗോവിന്ദ ദാമോദര മാധവ ഞങ്ങളെ വിട്ടു പോകരുതേ, അത് കൃഷ്ണന് പോലും മാറ്റാൻ കഴിഞ്ഞില്ല. ഈ വിരഹതാപം മാറ്റാൻ കൃഷ്ണന് പോലും സാധിച്ചില്ല. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. കൃഷ്ണൻ വിചാരിച്ചാൽ വളരെ എളുപ്പമാണ് മാറ്റാൻ. പക്ഷേ ഇത് പഠിപ്പിക്കണമെങ്കിൽ ഈ വിരഹതാപം സഹിക്കാൻ കഴിയില്ല എന്ന് ബാക്കിയുള്ളവരെ പഠിപ്പിക്കണ്ടേ കൃഷ്ണൻ? ശ്രീരാമനായ കാലത്ത് ശ്രീരാമന്റെ ദുഃഖമാണ് വാൽമീകി പറഞ്ഞത്, സീതയുടെ ദുഃഖമല്ല. ശ്രീരാമന് സീതയെ കിട്ടാത്തത് കൊണ്ട് ശ്രീരാമൻ സീതയെ സീതയെ എന്ന് പറഞ്ഞ് നടന്നു എന്നേ പറഞ്ഞുള്ളൂ. സീത ശ്രീരാമൻ ഇവിടെയാണ് ഉള്ളത് എന്ന് നല്ലോണം അറിഞ്ഞുകൊണ്ട് രാമനാമം ജപിച്ചിരുന്നു എന്നേ ഉള്ളൂ. സീത ഇല്ലാത്തത് കൊണ്ട് വിഷമം അനുഭവിച്ച ശ്രീരാമന്റെ അവസ്ഥയല്ല സീതയ്ക്കുണ്ടായത്. രാവണന്റെ മനോഗതം നല്ലോണം അറിയാം സീതയ്ക്ക്. അവിടെ കാവലിരുത്തിയിട്ടുള്ള ഈ മഹാരാക്ഷസിമാര് മുഴുവൻ സീതയുടെ അടുത്തുള്ളവർ സീതയെ സഹായിക്കാനും സീതയുടെ അടുത്തല്ല കുറച്ച് ദൂരെ നിൽക്കുന്നവർ രാക്ഷസന്മാർ വരാതിരിക്കാനുമായിരുന്നു രാവണൻ നിർത്തിയത്. വാൽമീകി രാമായണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നല്ല ഭാവാട്ടോ. രചകൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീതയ്ക്കും രാമനും ഒരേപോലെ ഈ കാര്യം മനസ്സിലാവുക. ആ രചകനെ കൃഷ്ണൻ ഒരു സംശയം ഉണ്ടായില്ല. ഒറ്റ തല തെറിച്ചുപോയി. ഇങ്ങനത്തെ തലയും കൊണ്ട് നീ നടക്കണ്ട. രചകന് മുക്തി കൊടുത്തു ചോദിച്ചാൽ നിശ്ചയില്ല കേട്ടോ. നീ അന്ന് നിന്റെ ഭാര്യ ഒരു രാത്രി കാറ്റും കോളും സഹിക്ക വയ്യാതെ കണ്ട് മഴയും തണുപ്പും മറ്റു പേടികളും കാരണം കൊണ്ട് ആ ഗൃഹത്തിലെ സുരക്ഷിത സ്ഥാനമായിട്ട് കണ്ടതുകൊണ്ട് അവിടെ കൂടി. എന്തോ ഒരു ബന്ധുവിൻ്റെ ഗൃഹമാണ്. പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞെന്താ അറിയോ? രാമൻ സീത അവിടെയും ഇവിടെയും കുറെ കാലം കൊണ്ട് പാർപ്പിച്ചിട്ട് പിന്നെ വന്നപ്പോൾ സ്വീകരിച്ച പോലെ ഞാൻ അത്ര സ്ത്രീലമ്പടനല്ല എന്ന്. ഇയാൾ പിന്നെ വേറെ കല്യാണം കഴിക്കേണ്ടായി, അതോ വേറെ സ്ത്രീകളുടെ കൂടെ പോവേണ്ടായി, അത് ദൈവം കണ്ടു. ആ സ്ത്രീ പക്ഷെ പിന്നെ പോയില്ല. ആ സ്ത്രീക്ക് ഇവിടെ കൃഷ്ണനായിരുന്നുവെങ്കിൽ ആ സ്ത്രീയുടെ അടിമയാക്കി മാറ്റും. ഈ ബ്രാഹ്മണ പത്നിമാരുടെ വിപ്രപത്നി അനുഗ്രഹത്തിൽ ബ്രാഹ്മണ പത്നിമാരെ അവരുടെ കീഴിലാക്കി ഈ കർമ്മം ചെയ്യുന്ന കർമ്മഠന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാരെ. കംസന്റെ പേടികാരൻ കൃഷ്ണനെ കാണാൻ സമ്മതിച്ചില്ല കൃഷ്ണൻ. അവിടെ രാമനും കൃഷ്ണ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് പഠിപ്പിക്കാൻ, നമ്മളെ പഠിപ്പിക്കാനാണ് കൃഷ്ണന്റെ ഏറ്റവും ഇഷ്ടങ്ങളായിട്ടുള്ള ഗോപികമാർക്ക് ആ വിരഹം ഇപ്രകാരത്തിലാണ് ഉണ്ടായത് എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. അല്ലാണ്ട് കൃഷ്ണനത് മാറ്റാൻ ഒരു പ്രയാസമില്ല. ഈശ്വരതൻ കാണിച്ചയാളെ കൃഷ്ണൻ. അപ്പോ സമശീത ഉഷ്ണം അത് സഹിപ്പിക്കാറാക്കുക. വാനപ്രസ്ഥത്തിലൊരു വിദ്യ അതാണ്. ദ്വന്ദ്വം കിടക്കല്. ദേഹത്തിന് മനസ്സിന് ഒക്കെ ദ്വന്ദ്വം കിടക്കണം. പശു, മാൻ, സ്ത്രീ ഇതൊക്കെ ഈ സമയത്ത് ഗർഭം ധരിക്കും. കാരണം അവർ ഒന്നായി തീരും ആ സമയത്ത്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൗകികമായിട്ടും ആധ്യാത്മികമായിട്ടും. അപ്പോൾ ഗർഭം ധരിക്കും. ഗുരുവും ശിഷ്യനും കൂടിയിട്ട് സംഘം നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ശിഷ്യന്റെ വിദ്യ പൂർണ്ണമാവും, ഗുരുവിൻ്റെ വിദ്യ ദ്വിഗുണീഭവിക്കും, ഉറയ്ക്കും. അപ്പോൾ ഗുരുവിനും പാഠമാണ്, ശിഷ്യനും പാഠമാണ്. സ്ത്രീക്ക് പുത്രോത്പാദനം, പുരുഷന് അച്ഛനാവാനുള്ള ഭാഗ്യം. പരമ്പര നിലനിർത്താൻ സ്ത്രീ വേണ്ടേ? ശിഷ്യനാണ് ഇനി അടുത്ത ശിഷ്യന് പറഞ്ഞു കൊടുക്കുക. ഗുരുവിൽ നിന്നും കിട്ടിയതായിട്ടുള്ള ഈ വിദ്യ അടുത്ത ശിഷ്യന് പറഞ്ഞു കൊടുക്കുക. ഈ ശിഷ്യനാണ്, ഈ ശിഷ്യൻ ഗുരുസ്ഥാനത്തേക്ക് എത്തുകയാണ്.
ഇങ്ങനെ പ്രാർത്ഥനാഫലം കൊണ്ട് ജോലിക്ക് കൂലി എന്ന പോലെ ഈ വിദ്യ പകർന്നു കൊടുക്കുക തന്നെ ചെയ്യും. എല്ലായ്പ്പോഴും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പൂക്കൾ വിടരണു. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണ് ഗുരുവിൻ്റെ മുഖത്തേക്ക് വിദ്യ കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഈ തമോ ഗുണമാണ് ഉള്ളതെങ്കിൽ ആമ്പല് കൂമ്പണ പോലെ വിദ്യ നേടാൻ സാധിക്കില്ല. നല്ല രാജാവ് ആണ് എങ്കിൽ സജ്ജനങ്ങൾക്ക്, ബ്രാഹ്മണർക്ക്, പശുക്കൾക്ക് ഒക്കെ സുഖാണ്. ദുർജനങ്ങൾക്കൊക്കെ കഷ്ടമാണ്, ജയിലിൽ അടയ്ക്കപ്പെടും. വേനനെ പോലെയല്ല, ഹിരണ്യകശിപുവിനെ പോലെയല്ല. അപ്പോ ഈ സാത്വികത വളർന്നു കഴിഞ്ഞാൽ സച്ചിദാനന്ദമാണ്. നമ്മൾ വിള കൊയ്യുന്ന സമയത്ത് ആദ്യത്തെ ഇപ്പൊ പുത്തിരിപ്പായസം എന്താ കാരണം? എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. ആദ്യം കൊയ്യുന്നതായിട്ടുള്ള ആ പാടത്ത് നിന്ന് നിൽക്കുന്ന ആ നെല്ല് അരിയാക്കിയിട്ട് അതുകൊണ്ട് പായസം ഉണ്ടാക്കുന്നത്, അതാണ് പുത്തരി. പിന്നെ ക്രമേണയായിട്ട് നിറയ്ക്കുകയാണ് പത്തായം, നിറ. അങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉത്സവമാണ്. പുത്തരി കഴിഞ്ഞു, നിറ കഴിഞ്ഞു, ഉത്സവം. പിന്നെ ധാരാളമാണ്, ധാരാളിത്തം. രാമകൃഷ്ണന്മാരുടെ ഈ ജീവിതം മുഴുവൻ നിത്യം ഉത്സവമായിട്ടായിരുന്നു അച്ഛനമ്മമാരും മറ്റുള്ളവരും, അത് കാണാൻ വന്ന ഋഷികളും ദേവന്മാരും. ശരത്കാലത്തിലെ കച്ചവടക്കാർ അന്യദേശത്ത് പോയിട്ട് പിന്നീട് ചാതുർമാസ്യം കഴിഞ്ഞ് സന്യാസിമാർ സ്ഥലം വിട്ടുള്ള സമയത്ത്, രാജാക്കന്മാരുടെ ദിഗ്ജയ സമയത്ത്, ബ്രഹ്മചാരികൾ ഗുരുകുലം തേടിയിട്ട് യാത്രയാകുന്ന സമയത്ത്, യോഗികൾ സമാധിയിൽ ലയിക്കുന്ന ആ സമയത്ത്, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ഗർഭസ്ഥ ശിശു ആ സമയത്ത്, ഗർഭത്തിലിരിക്കുന്ന നമ്മുടെ ജീവൻ ഗർഭത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് രക്ഷിച്ച പോലെ അജ്ഞാനിയെ ഭഗവാൻ രക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ജ്ഞാനം നേടാനുള്ള അർഹത കിട്ടുമ്പോൾ, അർഹത ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ നമ്മളെയും ഭഗവാൻ ഒരു സദ്ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുമാറാകട്ടെ. ദത്താത്രേയൻ പറഞ്ഞത് അതാണ്, കണ്ണും ചെവിയും തുറന്നിരിക്കൂ, എല്ലാറ്റിലും ഗുരുത്വം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിലുള്ള ഗുരു ആരാണ്? യദുമഹാരാജാവിന് ദത്താത്രേയൻ ഭഗവാൻ തന്നെ എങ്ങനെയാണോ ഗുരുസ്ഥാനത്ത് എത്തിയത്, അതേപോലെ ഒരു ഗുരു നമ്മളെയും ഇതേപോലെ സഹായിക്കാൻ വരും. അത് വരുക തന്നെ ചെയ്യും, നമുക്ക് കിട്ടും. അത് നമ്മൾ അങ്ങോട്ട് തേടി പോകുന്നു വേണ്ട. ഭാഗവതത്തെ സ്ഥിരമായിട്ട് വായിക്കൂ. എത്രയാ സമയം വെച്ചാൽ അതിനെ ഭാഗിക്കൂ. സംസ്കൃതവും മലയാളവും വായിക്കൂ. അങ്ങനെ ആവർത്തിച്ച് വായിച്ച് അതിൽ പലതും കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. അപ്പം അത് ടാർഗറ്റ് ഇടുമ്പോൾ നല്ലോണം മനസ്സിരുത്തണം. എത്രയാ സമയം നമുക്ക് വിനിയോഗിക്കാനുള്ളത് എന്ന് ആദ്യമേ തന്നെ കണ്ടെത്തുക. അതിൽ നമുക്ക് എന്തെല്ലാം ചെയ്യണം അത് പ്ലാൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പ്ലാനിങ് പഴിക്കും. പ്ലാനിങ് പഴിച്ചാൽ തന്നെ ലക്ഷ്യം പഴിക്കും. ലക്ഷ്യം പഴിച്ചാൽ ജന്മം നഷ്ടമാവും. അപ്പോൾ മൂലം വായിക്കലല്ല, അർത്ഥം മനസ്സിലാവലാണ്, നമ്മുടെ മനസ്സ് ശുദ്ധമാവലാണ്, ജീവനെ ശുദ്ധീകരിക്കലാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. മുക്തിയാണ് ഇതിന് ഫലം. അതിന് ഈ ഭാഗവതോപാസന. ഇപ്പോൾ 3 ഭാഗങ്ങളായിട്ടാണ് ഈ 20ാമത്തെ അധ്യായം ദശമത്തിലെ ഋതുവർണ്ണന പറഞ്ഞത്. വാച്യാർത്ഥം വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അനന്തര ഈ വ്യംഗ്യാർത്ഥം എന്നാ പറയേണ്ടത്, അതോ ഇനി ലക്ഷ്യാർത്ഥം എന്നാണോ പറയണത്? ശരിയാ. മർമ്മത്തിലേക്ക് അവിടെ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിശ്ചല്യ. പക്ഷെ ആവർത്തിച്ച് കേട്ടാൽ ചിലതൊക്കെ കിട്ടും. അത് ഭഗവാൻ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുക്കന്മാരെ സ്മരിച്ച് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ വാക്കുകളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഇത് കൊടുക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ നാരായണ 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 നാരായണ.